ഏതാണ്ട് 40-ലധികം ഗ്രാമങ്ങളിൽ നിന്നുള്ള ലബനീസ് വംശജരെ അവിടെ നിന്ന് പുറന്തള്ളുകയായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 30,000 പേരെങ്കിലും ഈ 3 ദിവസത്തിനുള്ളിൽ മാത്രം അഭയാർത്ഥികളായിട്ട് മാറുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ കൂടിയാണ് ലബനാനിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ അമേരിക്കക്കോ ഇസ്രായേലിനോ പ്രശ്നമാവുന്നില്ല. അങ്ങനെ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഈ മനുഷ്യർ പൂർണ്ണമായിട്ടും തങ്ങളുടെ പ്രദേശത്ത് നിന്നും തുടച്ചു മാറ്റപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ഒരു ആക്രമണം എന്ന ഒരു മറ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു കടന്നാക്രമണം തുടരുന്നത്. ആ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം സൈനികമായിട്ടും അല്ലാത്ത നിലക്കും സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന ന്യായം ആ പ്രദേശത്തുള്ള ഗ്രാമീണരുടെ ഇസ്രായേൽ വംശജരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നത് എന്നാണ്. ഇനിയും കൂടുതൽ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു കയറും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഹിസ്ബുല്ല ഇന്നലെ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഈ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങൾ കാത്തിരിക്കുകയില്ല, മറ്റെല്ലാ കരാറുകളും മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായിട്ട് ശത്രുവിനെതിരെ ആഞ്ഞടിക്കാൻ ഞങ്ങൾ നിർബന്ധിതമായിരിക്കുന്നു എന്നൊരു പ്രതികരണമാണ് ഹിസ്ബുല്ലയും നടത്തിയിരിക്കുന്നത്. അപ്പോൾ മേഖലയിലെ കൂടുതൽ പ്രദേശങ്ങൾ കവർന്നെടുക്കുക, അവിടെ തങ്ങളുടെ സൈനികാധിപത്യം ഉറപ്പാക്കുക, അങ്ങനെ പശ്ചിമേഷ്യയിൽ തങ്ങളുടേതല്ലാത്ത മറ്റ് ഒരു എതിർപ്പും ഇല്ലാതാക്കുക, അതാണ് ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ള അമേരിക്കയെ കൂട്ടുപിടിച്ചുള്ള യുദ്ധത്തിലും നാം പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി നാസർ, ബി കെ സുഹൈൽ കൂടെ തുടരുന്നുണ്ട്. സുഹൈൽ, എപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല, അതിനുള്ള സമയമൊക്കെ കടന്നിരിക്കുന്നു. ഇനി വലിയ ആക്രമണങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. തങ്ങളുടെ കൈവശമുള്ള വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറാനും വലിയ ആക്രമണത്തിനും തിരിച്ചടിക്കും തയ്യാറെടുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിനൊക്കെ ശേഷവും ഇറാന് പോരാടാനുള്ള സംഘടിത ശേഷിയും നേതൃനിരയും ഉണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അവർ പറയുന്നത്, ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത് ദീർഘകാലത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇനിയും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത് ചെറിയ ചില ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം, നേരത്തെ 2025 ജൂണിൽ ഇസ്രായേലിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു മിന്നലാക്രമണം ഇറാൻ നേരിട്ടിരുന്നു. പക്ഷേ അതിൽ പ്രതിരോധിക്കാൻ ഒരു 4-5 ദിവസം എടുത്തതിന് ശേഷം മാത്രമാണ് ഒരു ഫുൾ മൂഡിലേക്ക് ഇറാൻ്റെ ഒരു ആയുധശേഷിയും മറ്റുമെല്ലാം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കും എന്ന് ഇറാന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നേതൃനിരയിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ വെച്ചിരുന്നു. ഖാംനായി തന്നെ 4 ലെയറിലുള്ള നേതാക്കളെ വെച്ചിരുന്നു. അതിലപ്പുറം സൈനികമായി വ്യത്യസ്തമായ യൂണിറ്റുകളെ ഒരുക്കി നിർത്തിയിരുന്നു. ഒരു യൂണിറ്റ് പൂർണ്ണമായി നശിക്കുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് മറ്റൊരിടത്ത് ആയുധശേഷിയുമായി അവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഇറാൻ്റെ മിസൈൽ ശേഖരം തന്നെയാണ്. അവരുടെ ഏറ്റവും അത്യാധുനികമായ 2000 കിലോമീറ്ററും അതേപോലെ തന്നെ 2500 കിലോമീറ്ററും ദൂരത്തേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനികമായ മിസൈലുകൾ, സിജ്ജിൽ പോലെയുള്ള വളരെ നിർണായകമായിട്ടുള്ള മിസൈലുകൾ, ആ മിസൈലുകളുടെ ശേഖരമെല്ലാം അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനേക്കാൾ മാരകമായിട്ടുള്ള ആയുധങ്ങളും തങ്ങളുടെ കയ്യിലുണ്ട്, ഡ്രോണുകളുണ്ട്. അതെല്ലാം ഇനിയും ഉപയോഗിക്കാൻ പോവുകയാണ് എന്ന് കൂടിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു മുന്നറിയിപ്പുള്ളത് കരമാർഗം കൂടിയുള്ള ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ്. കരമാർഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ IRGCയുടെ ശക്തി എന്ന് പറയുന്നത് ഇറാനിലുള്ള വിപ്ലവസേന, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കരയുദ്ധത്തിലാണ്. ആ കരമാർഗം അമേരിക്ക ഇറങ്ങി വരികയാണെങ്കിൽ അത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒന്ന് ദ്യോതിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും IRGCയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു ആക്രമണം, ഇപ്പോൾ സെൻകോമിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് 2000 ആക്രമണങ്ങൾ നടത്തി, നിരവധി ഇറാനിയൻ കപ്പലുകളെ ഞങ്ങൾ തകർത്തു, നിരവധി നേതാക്കളെ ഞങ്ങൾ തകർത്തു, അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ആയുധങ്ങളടക്കം സെൻകോം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇനിയും വലിയ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും മുതിരുമോ, അതല്ല ഇനി ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റുകയാണോ ചെയ്യുക എന്നതെല്ലാമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. യെസ് സുഹേൽ, നാസർ തുടരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ലോകത്തിന്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് അത് ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ച ഒരു
സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചരക്ക് നീക്കം, എണ്ണവില, ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള നാസറിലേക്ക് തിരിച്ചു വരപ്പോൾ കെ സുഹൈൽ തന്നെയാണ് തുടരുന്നത്. സുഹൈൽ, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയടക്കം ഉയർന്നു കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള ഏതൊരു ശ്രമവും തടയുമെന്ന് ഇറാനും, എന്നാൽ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് അമേരിക്കയും പ്രഖ്യാപിക്കുമ്പോൾ ആ മേഖല കൂടെ സംഘർഷഭരിതമാവുകയാണ്.